പല അഭ്യാസങ്ങളും കാണിക്കുന്നതിന് പലരും എൻ്റെ പരിപ്പ് എടുക്കാറുണ്ടെങ്കിലും ഇന്നത്തെ പണി അതൊന്നുമല്ല. വിൽക്കാൻ വേണ്ടി അമ്മ പെറുക്കി കൂട്ടി വെച്ച സാധനങ്ങൾ ഇതൊക്കെ. ചോദിച്ചാൽ തരില്ല എന്നറിയുന്നതുകൊണ്ട് ചോദിക്കാതെ തന്നെ ഞാനിങ്ങ് എടുത്തു. എന്തായാലും എൻ്റെ ഇന്നത്തെ ഇരേനെ എൻ്റെ കൈ കിട്ടി. ഓപ്പറേഷന് മുന്നോടിയായിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ ചെയ്തു. കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി ഗ്ലൗസ് എടുത്തിട്ടു. 2 കഷ്ണമാക്കി പരിപ്പ് വേർതിരിച്ച് ഓപ്പറേഷൻ സക്സസ്. അടുത്ത പണി തെളിവ് നശിപ്പിക്കലായിരുന്നു. അതിനുവേണ്ടി കൂട്ടിയിട്ട് കത്തിക്കാൻ തന്നെ വിചാരിച്ചു. അടുപ്പത്ത് തീ കണ്ടപ്പോൾ ഞാൻ നേരെ അതിലേക്കിട്ടു. ശരിക്കും ഈ പണിയാണ്ടി ചുടുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടായിരുന്നു. എൻ്റെ പൊന്നു ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ശരിക്കും ചുട്ട് തിന്നാൽ മതിയായിരുന്നു. ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നില്ല. ശരിക്കും ഇതൊരു ആന മണ്ടത്തരമായിരുന്നു. ഇത് തെളിവ് നശിപ്പിക്കലല്ല. ആ സ്മെല്ലുകൊണ്ട് ഞാനായിട്ട് തെളിവ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. എൻ്റെ വീട്ടുകാർക്ക് നല്ല വഴി പോകുന്ന ആൾക്കാർക്ക് വരെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അടുത്ത പരിപാടി ഈ തോട് പോക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഗ്യാസുമ്മേൽ വെച്ച് ചൂടാക്കി കുറച്ച് നേരം ഇളക്കി. അപ്പോഴും ആ എണ്ണ ചൂടാവുന്നൊരു സ്മെല്ലുണ്ട്. അടിപൊളിയായിരുന്നു. അങ്ങനെ ആ തോടൊക്കെ പോക്കി പരിപ്പെടുത്ത് തിന്ന് നോക്കി. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ചുട്ട് കഴിക്കുന്നതായിരുന്നു നല്ലത് എന്നാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. അല്ലെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ബോധോദയം വരാറുള്ളൂ. ഇനിയിപ്പോൾ ഓണത്തിന് പായസത്തിലിടാൻ വേണ്ടി മാറ്റി വെക്കാം.